അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പെരി പെരി ചിക്കനാണ്. ശരിക്കും പെരി പെരി ചിക്കൻ സൗത്ത് ആഫ്രിക്ക എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ തൽക്കാലം ഞാനത് വിശാഖപട്ടണം സ്റ്റൈലാക്കി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഡിസ്പ്ലേയിൽ. അപ്പോൾ നമ്മളൊരു മിക്സീൻ്റെ ജാറെടുത്തതിൽ മുളക്, നല്ല പഴുത്ത മുളക്, കുറച്ച് വെളുത്തുള്ളി, 2 ഉണക്കമുളക്, കുറച്ച് ബേ ലീവ്സ്, പിന്നെ കുറച്ച് നാരങ്ങ. കുറച്ചായിക്കൊള്ളണമെന്നില്ല, ഒരു നാരങ്ങ മുഴുവനായിട്ട് പിഴിയാൻ എടുക്കുന്നതാണ് നല്ലത്. ഇനി നാരങ്ങ ഇല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചാലും മതി. പിന്നെ ഇത് പ്രോപ്പർ മസാലയൊന്നുമല്ല, ഇത് എൻ്റേതായ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുള്ള മസാലയാണ്. അപ്പോൾ 2 നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം ഒലീവ് ഓയിൽ, കഴിയുന്നതും ഒലീവ് ഓയിൽ ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ശേഷം നല്ലോണം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. ഞാൻ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ട്, അപ്പോൾ അതിന് ശേഷം ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വരിഞ്ഞെടുക്കുക. മാക്സിമം എത്രത്തോളം മുറിവിടാൻ പറ്റുമോ അത്രത്തോളം മുറിവിടുക. വേണമെങ്കിൽ ചതയ്ക്കാനാണെങ്കിൽ ചതയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയം, അതായത് മാരിനേറ്റ് ചെയ്യാനുള്ള സമയം കുറവാണെങ്കിൽ മാക്സിമം ഇതേപോലെ വരട്ട് വെക്കുക. അതേപോലെ ചെറിയ ചെറിയ പീസ് എടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാനൊരു തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് വലിയ പീസ് എടുത്തതേ ഉള്ളൂ. അപ്പം മൊത്തം കുത്തിവരിയും കുത്തും മാന്തലും എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ചിക്കനിൽ ഈ മസാല അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ തുടക്കത്തിൽ ഞാൻ സ്പൂണൊക്കെ എടുത്തിട്ട് തേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ മസാജ് ചെയ്തിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം നോർമൽ ടെമ്പറേച്ചറിൽ റെസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ, കഴിയുന്നതും ഞാൻ ഫ്രീസറിലാണ് വെച്ചത്, കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചതിന് ശേഷം അതിനുശേഷം നമ്മൾ കുട്ടനെ നേരെ OTGയിലേക്ക് ഒരു 60 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. തിരിച്ചും മറിച്ചും 30 മിനിറ്റ് തിരിച്ചും മറിച്ചും വേവിച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടനെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അടിപൊളി പെരി പെരി ചിക്കൻ കിട്ടുന്നതായിട്ട്. കൂടെ നമ്മളൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും നമ്മളിതിൽ കൊടുക്കുന്നില്ല, നിങ്ങൾ കണ്ട് ആസ്വദിച്ചാൽ മതി. ഓക്കെ, ബൈ.